ഹായ്, ഇന്ന് ഊട്ടിയിലെ സെക്കൻഡ് ഡേ ആണ്. വെൽക്കം ടു ദ ചാനൽ. ഫസ്റ്റ് ഡേയിൽ മസനഗുഡി എലിഫൻറ്റ് ഫീഡിംഗ് ക്യാമ്പിൽ കയറി. അവിടുന്ന് നേരെ ഊട്ടി എത്തി. ഊട്ടിയിൽ ഒരു സ്റ്റേ ഒക്കെ എടുത്ത് ഇന്നിപ്പോൾ സെക്കൻഡ് ഡേ ആണ്. ഇതാണ് നമ്മൾ സ്റ്റേ എടുത്തതിൻ്റെ ഔട്ട്സൈഡ് വ്യൂ. ഊട്ടി ടൗണിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്റ്റേ. രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങി തിരിച്ചു വന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ പെയ്തു. ഫുഡ് കഴിക്കാനും കുറച്ച് പർച്ചേസ് ചെയ്യാനും വേണ്ടി റൂം ചെക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ബോട്ട് ഹൗസ് വരെ പോയി. അത്യാവശ്യം ക്രൗഡ് ആയതുകൊണ്ട് തന്നെ അധിക നേരം അവിടെ നിന്നില്ല. ടൗണൊക്കെ ഒന്ന് കറങ്ങി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടൊന്ന് റൂമിലേക്ക് തന്നെ തിരിച്ചു. പ്രോപ്പറായിട്ടൊരു പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഊട്ടി ടൗണൊന്ന് കറങ്ങുക, ബാക്കി ഡെസ്റ്റിനേഷനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുക, പോകാത്ത ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് കാണുക. ഇതൊക്കെയാണ് ഈ ട്രിപ്പിൻ്റെ മെയിൻ ഉദ്ദേശം. ഇത് നമ്മളെ സെക്കൻഡ് ഡേ ആണ്. ഊട്ടിയിൽ നിന്നിപ്പോൾ റൂം ചെക്കൗട്ട് ചെയ്തു. ലൗഡയിൽ പോകാൻ നിൽക്കണം. അവിടെ ഉള്ളൊരു അടിപൊളി വ്യൂ ആണ്. റൂമിൻ്റെ തൊട്ടടുത്താണ്. നമ്മൾ സ്റ്റേ ചെയ്തതിൻ്റെ അടുത്ത് നിന്ന് ലൗഡിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടത്. ചെറിയൊരു ഫോറസ്റ്റ് ഫീലൊക്കെ ഉണ്ട്. പോണ റൂട്ടിൽ ഏത് ചെറിയൊരു നല്ല റൂട്ട് കാണണമെങ്കിലും അതിലൂടെ ബൈക്കേറ്റ് കുറച്ച് ദൂരം പോകും, എന്നിട്ട് തിരിച്ചു വരും. ഏകദേശം ഊട്ടി ടൗണിൽ തന്നെ ഇങ്ങനത്തെ ലൊക്കേഷൻസിലൂടെ പോയവരൊക്കെ കുറവാകും. ബൈക്കായതുകൊണ്ട് തന്നെ നമുക്ക് ഏത് റൂട്ടിലൂടെയും പോവാം. ചെറിയൊരു ബ്ലോക്ക് ആണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ഒരു വില്ലേജിൽ കൂടെയാണ് ഈ റോഡ് പോകുന്നത്. പോകുന്ന വഴിയിൽ ഒരു മരണം നടന്ന വീടൊക്കെ കണ്ടു. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ അവിടെ ഡാൻസ് കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഊട്ടി വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ലൊക്കേഷൻ ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മളുള്ളത് ലൗഡയിലാണ്. 1886 ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 1899 വരെ ഇതിൻ്റെ വർക്ക് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ 96 ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ ഇവിടെ ക്രൗഡഡ് അല്ല. സമാധാനപരമായിട്ട് കുറച്ച് നേരം ഇരിക്കാം. ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വീക്ക് ഡേയ്സിൽ വരും. ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്തപ്പോഴാണ് കാട്ടേരി വാട്ടർഫാൾ അതിനടുത്തൊരു ഡാമും ഉള്ളതായിട്ട് കണ്ടത്. ഇവിടുന്ന് 14 കിലോമീറ്റർ റൺ ചെയ്തിട്ട് വേണം അവിടേക്ക് എത്താൻ. ഊട്ടിയിൽ നിന്ന് കൂനൂർ പോകുന്ന റൂട്ടിലാണിത്. എന്തായാലും പോകുന്ന റൂട്ടൊക്കെ അടിപൊളിയാണ്. യാത്ര ബൈക്കിലായതുകൊണ്ട് തന്നെ ആ തണുത്ത ക്ലൈമറ്റ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ടോയ് ട്രെയിൻ പോകുന്നതിൻ്റെ അണ്ടർപാസിലൂടെയാണ് അങ്ങോട്ട് പോകാൻ. ഊട്ടിയിലെ ഡേ 2 എന്തായാലും സ്ഥിരം കാഴ്ചകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറേ ഗ്രാമങ്ങളും കുറേ അധികം സ്ഥലങ്ങളും കണ്ടെത്താൻ സാധിച്ചു. പുതിയ ലൊക്കേഷൻസ് ആയതുകൊണ്ട് തന്നെ കുറേ ഫോട്ടോസും വീഡിയോസും എടുത്തു. ടൗണിലത്തെ റഷൊക്കെ ഒഴിവാക്കി കുറച്ച് മാറിയിട്ടാണെങ്കിലും ഇങ്ങനെ പീസ്ഫുള്ളായിട്ട് ബൈക്കിൽ യാത്ര ചെയ്യുന്നത് ഭയങ്കര ഒരു എക്സ്പീരിയൻസാണ്. ഈ കാണുന്ന കാട്ടിയുടെ സൈസ് മനസ്സിലാക്കാൻ അതിൻ്റെ അടുത്തിലൂടെ പോകുന്ന കാറ് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. പുതിയ ലൊക്കേഷൻസ് ആയതുകൊണ്ട് തന്നെ ഇത്ര ദൂരം യാത്ര ചെയ്തതിന് മടുപ്പൊന്നും തോന്നിയില്ല.
ഇവിടെ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾക്ക് പെർമിഷൻ ഇല്ല. പിന്നെ അധികം സമയം വൈകാതെ അവിടെ നിന്നും ഹങ്കർ ഫോർട്ട് പോകാമെന്ന് പ്ലാൻ ചെയ്തു. അതിനിടയിൽ നല്ലൊരു മഴ പെയ്ത് ഹങ്കർ ഫോർട്ട് പ്ലാനിങ് എന്തായാലും മുടങ്ങി. പിന്നെ സമയം അധികം വൈകിക്കാതെ നേരെ നാട്ടിലോട്ട് തിരിച്ചു. നേരം ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ ചുരം ഇറങ്ങിയത് കൊണ്ട് ഒരു അടിപൊളി സൺസെറ്റ് കാണാൻ പറ്റി. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.